Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, Half a Day by Naguib Mahfouz. Kerala Syllabus 9th Standard New Textbook. Unit 1, English. യൂണിറ്റ് 1 ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ്. അപ്പം നമ്മുടെ കേരള സിലബസിൻ്റെ 9th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറിയാണ് ഹാഫ് എ ഡേ എന്ന് പറയുന്ന നഗീബ് മഹ്ഫൂസിൻ്റെ ആ ഒരു സ്റ്റോറി. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് ആണ്. അതിൽ നമുക്ക് ആദ്യം തന്നെ ആ ഒരു യൂണിറ്റിൽ T.S. Eliotൻ്റെ ഒരു കോട്ട് കാണാൻ കഴിയും. Time present and time past are both perhaps present in time future and time future contained in time past. ഇത് അദ്ദേഹത്തിൻ്റെ 4 Quotations എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കിൽ നിന്നുള്ളൊരു കോട്ടാണ്. T.S. Eliot 20th സെഞ്ച്വറിയിലെ ഒരു മോഡേണിസ്റ്റ് പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്, പ്ലേ റൈറ്റാണ്. ടൈം പ്രസൻറ്റ് ആൻഡ് ടൈം പാസ്റ്റ്, അതായത് നമുക്ക് 3 കാലങ്ങളാണുള്ളത്: പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പം അതേ ഇതിൽ പറയുന്നത് പ്രസൻറ്റ് ടൈമും പാസ്റ്റ് ടൈമും, അതായത് നമ്മൾ കഴിഞ്ഞു പോയ കാലവും അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലവും വന്ന് ചേരുന്നത് ഫ്യൂച്ചറിലോട്ടാണ്, ഭാവിയിലോട്ടാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പാസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്, പാസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട് ഫ്യൂച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ഓൺ to the line by line explanation of the short story Half a Day by Naguib Mahfouz. About the author Naguib Mahfouz. അപ്പം നമുക്ക് നഗീബ് മഹ്ഫൂസ് ആരാണെന്ന് നോക്കാം. ബോൺ ഇൻ ഈജിപ്റ്റ് ഇൻ 1911 അദ്ദേഹം ബോൺ ചെയ്തിട്ടുള്ളത് ഈജിപ്തിലാണ്. ഹി ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ഇൻ അറബിക് ലിറ്ററേച്ചർ. അപ്പോൾ അറബിക് ലിറ്ററേച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് നഗീബ് മഹ്ഫൂസ്. ഹി വാസ് ദ ഫസ്റ്റ് ഈജിപ്ഷ്യൻ ആൻഡ് ദ ഫസ്റ്റ് അറബ് റൈറ്റർ ടു വിൻ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അതായത് ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഈജിപ്ഷ്യൻ എന്ന നിലക്കും ആദ്യത്തെ അറബ് റൈറ്റർ എന്നുള്ള നിലക്കും നഗീബ് മഹ്ഫൂസ് ഫേമസ് ആണെന്നാണ് പറയുന്നത്. His most famous works include the Cairo Trilogy and Children of ഗബ്ലാവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വർക്ക്സാണ് ഇനി പറയുന്നത് കെയ്റോ ട്രിലജി, അതുപോലെ ചിൽഡ്രൻ ഓഫ് ഗബ്ലാവോ. ഈ നഗീബ് മഹ്ഫൂസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് ഹാഫ് എ ഡേ ബൈ നഗീബ് മഹ്ഫൂസ്. ഓക്കെ, അപ്പം നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഈ ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കാം. I proceeded alongside my father, clutching his right hand, running to keep up with his long stride. അപ്പോൾ ഒരു ബോയാണ് ഇതിൽ പറയുന്നത്. അതായത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈകൾ പിടിച്ചിട്ട്, ക്ലച്ചിങ് മീൻസ് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. കൈ പിടിച്ചിട്ട് ഞാൻ അച്ഛനോടൊപ്പം ഇങ്ങനെ നടന്നു പോവുകയാണ്. ഐ പ്രൊസീഡഡ് മീൻസ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ മൈ ക്ലോത്ത്സ് വർ ന്യൂ, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് റെഡ് ടാർബോഷ്. അതായത് എൻ്റെ ക്ലോത്ത്സൊക്കെ പുതിയതായിരുന്നു, എൻ്റെ ബ്ലാക്ക് ഷൂ പുതിയതായിരുന്നു, അതുപോലെ എൻ്റെ യൂണിഫോം പുതിയതായിരുന്നു. റെഡ് ടാർബോഷ് മീൻസ് എ മാൻസ് ക്യാപ്പ്, അതായത് ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു തൊപ്പി എന്നുള്ളതാണ് ഈ ടാർബൂഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പുതിയതായിരുന്നു. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവെവർ വാസ് മിക്സഡ്, ഫോർ ദിസ് വാസ് നോ ഫസ്റ്റ് ഡേ ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് എനിക്ക് സന്തോഷമുണ്ടായിരുന്നു ആ ഒരു ന്യൂ ക്ലോത്ത്സ് ധരിച്ചിട്ട് പോകുന്നതിൽ. പക്ഷേ അത് മിക്സ്ഡ് ആയിരുന്നു. അതായത് ഞാനൊരു ഉത്സവത്തിനൊന്നല്ല പോകുന്നത്, അല്ലെങ്കിൽ ഒരു വിരുന്നിനല്ല ഞാൻ പോകുന്നത് എൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേയിൽ സ്കൂളിലേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. My mother stood at the window watching us, and I would turn toward her from time to time, appealing for help. അങ്ങനെ എൻ്റെ അമ്മ വിൻഡോയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഞാൻ അമ്മയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. എനിക്ക് സ്കൂളിൽ പോകാൻ അത്ര ഇഷ്ടമല്ല, അമ്മ എന്നെ വിളിക്കും, അമ്മ എന്നെ കൊണ്ടുപോകും എന്നുള്ള ഒരു ഇതിലാണ് നോക്കുന്നത്. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. ഓൺ ബോത്ത് സൈഡ്സ് വർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത്
crops, prickly pears, henna trees and few date palms. പിന്നീട് ആ കുട്ടി പറയുന്നത് അവർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രീറ്റിൽ കാണുന്ന ഗാർഡൻസാണ്. അതായത് രണ്ട് ഭാഗത്തും ഒരുപാട് ഗാർഡൻ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് എക്സ്റ്റെൻസീവ് ഫീൽഡ്സ്, അതായത് വയലുകൾ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിയേഴ്സ്, ഹെന്ന ട്രീസ് എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ചെടി, അതുപോലെ ഡേറ്റ് പാംസ്, ഈത്തപ്പന മരങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒക്കെ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വൈ സ്കൂൾ? ഐ ചാലഞ്ചഡ് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സ്കൂളിൽ എന്തിനാണ് പോകുന്നത്? ഐ ഷാൾ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അനോയ് മീൻസ് ശല്യപ്പെടുത്താം. ഐ എം നോട്ട് പണിഷ് യു അമ്മൈ, ഹി സെഡ് ലോഫിങ്. അപ്പോൾ അച്ഛന് വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിനക്ക് പണിഷ്മെൻ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ. സ്കൂൾ ഈസ് നോട്ട് എസ് പണിഷ്മെൻറ്റ്, ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. സ്കൂൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശിക്ഷയൊന്നുമല്ല, നീ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷയൊന്നുമല്ല. അതൊരു ഫാക്ടറിയാണ്. അവിടെ നല്ല കുട്ടികളെ വാർത്തെടുക്കുന്ന, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വളരണ്ടേ? നല്ലൊരു കുട്ടിയായിട്ട് സമൂഹത്തിന് നന്മയിൽ നിനക്ക് വളർന്നു വരണ്ടേ എന്ന് ചോദിക്കണം അച്ഛൻ. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് മീൻസ് ആ ഒരു മറുപടി എനിക്ക് അത്ര ബോധ്യപ്പെട്ടില്ല. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ ആ ഒരു ഹോമിൻ്റെ ആ ഒരു ഇൻറ്റിമസിയിൽ നിന്ന് എന്നെ വലിച്ചുകൊണ്ട് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടിടുന്നത്. ബിൽഡിംഗ് മീൻസ് അവരുടെ സ്കൂളിലേക്ക് കൊണ്ടിടുന്നതിൽ ഞാൻ വളരെ നന്നായി പോകും എന്നൊന്നും ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. It looked like some huge high-walled fortress stern and grim. അതായത് ഈ ഒരു സ്കൂള് നോക്കിക്കഴിഞ്ഞാൽ ഏതുപോലെ ഇരിക്കും, വലിയ ചുമരുകളൊക്കെ ഉള്ള. ഫോർട്രസ് മീൻസ് ഒരു കോട്ട പോലെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. When we arrived at the gate, we could see the courtyard, vast and crammed full of boys and girls. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കോർട്ട്യാർഡ് മീൻസ് ഒരു നടുമുറ്റം കാണാൻ കഴിയുന്നുണ്ട്. അത് വളരെ വിശാലമായിട്ടുള്ളതായിരുന്നു. ക്രാംഡ് മീൻസ് തിങ്ങി നിറഞ്ഞ, ബോയ്സും ഗേൾസും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന തിങ്ങി നിറഞ്ഞ ഒരു കോർട്ട്യാർഡ് ആണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെഡ് മൈ ഫാദർ. ആ സമയത്താണ് അച്ഛൻ പറയുന്നത്, നീ തനിയെ ഇങ്ങോട്ട് വരണം. ആൻഡ് ജോയിൻ ദം, എന്നിട്ട് അവരുടെ കൂടെ കളിക്കണം. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വാണ്ട് യു. നീ എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തി മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിളായിട്ട് നീ മാറണം. അങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണ്. ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. എനിക്കൊരു മടിയൊക്കെ തോന്നി, പെട്ടെന്ന് ആ ഒരു കുട്ടികളുമായിട്ട് മിങ്കിളാവാൻ ഒരു മടിയൊക്കെ തോന്നി. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു കൈയോട് ചേർന്ന് നിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ബട്ട് ഹി ജെൻറ്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യിൽ നിന്ന് മെല്ലെ തള്ളി മാറ്റി. എന്നിട്ട് എന്നോട് പറയാണ്, ബി ബോൾഡ് ഹി സെഡ്. നീ ബോൾഡാകണം. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്നാണ് നീ നിൻ്റെ ജീവിതം തുടങ്ങുന്നത്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. നീ എന്നെ കാണുന്നത്, നിന്നെ ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ വിളിച്ചുകൊണ്ട് വരാൻ എന്ന ഒരു രംഗം മാത്രമേ നിനക്ക് ഇനി കാണാൻ കഴിയുള്ളൂ. ഞാൻ പുറത്ത് നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ മാത്രമേ നിനക്ക് എന്നെ കാണാൻ കഴിയുള്ളൂ എന്ന് പറയണം. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ്. ഞാൻ അങ്ങനെ ഒരു കാലെടുത്ത് വെച്ചു. ദെൻ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ക് ബട്ട് സോ നത്തിങ്. എന്നിട്ട് ഞാൻ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ കോർട്ട്യാർഡിൽ ഒരുപാട് ഗേൾസ് ആൻഡ് ബോയ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. എനിക്ക് അവരിൽ ഒരാളെപ്പോലും അറിയില്ല. നൺ ഓഫ് ദം ന്യൂ മീ. അവർക്ക് ആർക്കും എന്നെയും അറിയില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. എനിക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ ഞാനൊരു അപരിചിതനെ പോലെ. സ്ട്രേഞ്ചർ മീൻസ്
അപരിചിതൻ, എനിക്കൊരു അപരിചിതനെ പോലെ ഫീൽ ചെയ്തു. എനിക്ക് എൻ്റെ വഴി നഷ്ടപ്പെട്ട, ആരെയും അറിയാത്തൊരു അവസ്ഥയിലുള്ള ഒരു സ്ട്രേഞ്ചറെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വർ ഡിറക്റ്റഡ് ടുവാർഡ്സ് മീ. പക്ഷേ ഗ്ലാൻസസ് മീൻസ് നോട്ടം. പക്ഷെ അവിടെയുള്ള കുട്ടികളുടെ നോട്ടങ്ങൾ എന്നിലേക്ക് എറിയുന്നുണ്ട്. അതായത് വളരെ ക്യൂരിയോസിറ്റിയിൽ അവരെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ് ഹു ബ്രോട്ട് യു. എന്നിട്ടൊരു ആൺകുട്ടി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മൈ ഫാദർ, ഐ വിസ്പേർഡ്. എൻ്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. ഞാൻ വളരെ വിസ്പേർഡ് മീൻസ് ഞാൻ മന്ത്രിച്ചുകൊണ്ടാണ് പറയുന്നത്. മൈ ഫാദർ ഇസ് ഡെഡ്, ഹി സെഡ് ക്വയറ്റ് സിംപ്ലി. അപ്പോൾ അവൻ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. പക്ഷെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്. ഗേറ്റ് അടച്ചിട്ടുണ്ട്. ലെറ്റിംഗ് ഔട്ട് എ പിറ്റബിൾ സ്ക്രീച്ച്. പിന്നെ അവിടെ ഒരു ദയനീയമായിട്ടുള്ള ഒരു കരച്ചിലാണ് ഉണ്ടായിരുന്നത്. സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ചില കുട്ടികളൊക്കെ കണ്ണീര് പൊഴിക്കുന്നുണ്ട്. ദ ബെൽ റാങ്. അങ്ങനെ ബെല്ലടിച്ചു. എ ലേഡി കെയിം എലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. അങ്ങനെ ഒരു ലേഡി വരികയാണ് ഒരുപാട് ആളുകളുടെ കൂടെ. ദ മെൻ ബിഗാൻ സോർട്ടിങ് us ഇൻ ടു റാങ്ക്സ്. ആ ഒരു മെന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളങ്ങനെ തരംതിരിക്കുകയാണ്. ദിസ് ഈസ് യുവർ ന്യൂ ഹോം. എന്നിട്ട് പറയാണ്, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. സെഡ് ദ വുമൺ. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടെ എന്തുണ്ട്, നിങ്ങൾക്ക് അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. ഹിയർ ദർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യമുള്ള നോളജ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി വോണ്ട് യു. നിങ്ങളുടെ കണ്ണുനീര് തുടച്ച് നിങ്ങൾ ജീവിതം സന്തോഷകരമാക്കുമെന്ന് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടൻമെൻറ്റ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു വസ്തുതയിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. അതായത് ഞങ്ങൾ ആ ഒരു ഫാക്റ്റ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതൊരു കണ്ടൻമെൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. വളരെയധികം സംതൃപ്തി നിറഞ്ഞ ഒന്നായിരുന്നു. ലിവിങ് ബീങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീങ്സ് ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് മൈ ഹാർട്ട് made friends with such boys as were to be my friends and fell in love with such girls as I was to be in love with. Then it seemed to me my misgivings had no basis. പിന്നീട് പറയുന്നത്, അതായത് ഈ മനുഷ്യരെന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ളവരുമായിട്ട് ക്ലോസർ ടു സമ്മൺ, മറ്റുള്ളവരുമായിട്ട് ക്ലോസ് ആകുന്ന, ഇൻറ്റിമസി കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. അതായത് പിന്നീട് ഈ കുട്ടി എന്ത് ചെയ്തു, ബോയ്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ തുടങ്ങി, ഗേൾസുമായിട്ട് ലവ് ആവാൻ തുടങ്ങി. അങ്ങനെ അവനുണ്ടായിരുന്ന ആ ഒരു മിസ്ഗിവിങ്സ് മീൻസ് സംശയങ്ങൾക്കൊന്നും ഒരു ബേസ് ഇല്ലാതായി മാറി എന്നാണ് പറയുന്നത്. ഐ ഹാഡ് നെവർ ഇമാജിൻ സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. ഞാൻ ഒരിക്കലും സ്കൂളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വി പ്ലേഡ് ഓൾ സോർട്ട് ഓഫ് ഗെയിംസ്. ഞങ്ങൾ ഒരുപാട് ഗെയിംസൊക്കെ കളിക്കാൻ തുടങ്ങി. സ്വിങ്സ്, ഊഞ്ഞാലാട്ടം, ദ വോൾട്ടിംഗ് ഹോഴ്സ് ബോൾ ഗെയിംസ്. അതായത് കുതിരൻ്റെ വോൾട്ടിംഗ് ബോൾസ് മീൻസ് ഒരു ജിംനാസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്പാരറ്റസ്. അതിൽ അവർ കുതിരൻ്റെ പുറത്ത് ആടാൻ തുടങ്ങി. അതുപോലെ ബോൾ ഗെയിംസ് കളിക്കാൻ തുടങ്ങി. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. മ്യൂസിക് റൂമിൽ ഞങ്ങൾ ഞങ്ങളുടെ സോങ് പാടാൻ തുടങ്ങി. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഭാഷയിലോട്ട് ഞങ്ങൾ കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങി. വി സോ ഈ ഗ്ലോബ് ഓഫ് ദ എർത്ത്. ഗ്ലോബ്, നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഗ്ലോബ്, അതിനെ കുറിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. ദെൻ which revolved and showed the various continents and countries. We started learning the numbers. We ate delicious food, took a little nap and woke up to go on with friends and love, play and learning. അതുപോലെ അവർ നമ്പേഴ്സ് പഠിക്കാൻ തുടങ്ങി, ഡെലിഷ്യസ് ഫുഡ് കഴിക്കാൻ തുടങ്ങി, അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി, ലേണിംഗ്. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒന്നായിരുന്നു ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത്. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ പാതകൾ തുറന്നിട്ട് കഴിഞ്ഞു.
പക്ഷേ അത് അത്ര സ്വീറ്റായിരുന്നില്ല. അല്ലെങ്കിൽ അൺക്ലൗഡഡ് മീൻസ് ക്ലൗഡ്ലെസ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഡസ്ലാഡൻ വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് കുഡ് ഹാപ്പൻസ് സഡൻലി. പെട്ടെന്ന് ഡസ്ലാഡൻ എന്ന് പറഞ്ഞാൽ ഈ പൊടിക്കാറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ് ഒക്കെ സംഭവിക്കാൻ തുടങ്ങി. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ്. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. റിവാൾറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റഡ് ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്. ഞങ്ങളുടെ ഇടയിൽ തന്നെ ഫൈറ്റിങ്ങും അതുപോലെ ഹേറ്റഡും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് വൈൽ ദ വുമൻ വുഡ് സംടൈംസ് സ്മൈൽ ഷി വുഡ് ഓഫൻ സ്കൗൾ ആൻഡ് സ്കോൾ. ഈവൻ മോർ ഫ്രീക്വൻറ്റ്ലി ഷി വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. അതായത് അവിടെ ഉണ്ടായിരുന്ന വുമൻ ചില സമയത്ത് സ്മൈൽ ചെയ്യും, ചില സമയത്ത് സ്കൗൾ മീൻസ് പുച്ഛിക്കുക, സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. കാര്യങ്ങൾ അത്ര സ്മൂത്തായിരുന്നില്ല എന്ന് പറയണം. ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് എൻഡ് ഓഫ് വർക്ക്. അങ്ങനെ ബെല്ലടിച്ചു. ആ ഒരു ബെല്ല് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ആ ഒരു ഡേ എൻഡായി എന്ന് കാണിക്കാനാണ്. ദ ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ റഷ് ടുവാർഡ്സ് ദ ഗേറ്റ്. ത്രോങ്സ് മീൻസ് ഒരു ജനക്കൂട്ടം, അതായത് കുട്ടികളെല്ലാവരും കൂടി ആ ഒരു ഗേറ്റിനടുത്തേക്ക് ചെന്നു ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ. വിച്ച് വാസ് ഓപ്പൺഡ് എഗെയിൻ. ആ സമയത്ത് ഗേറ്റ് തുറന്നു. ഐ ബൈഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട്സ് ആൻഡ് പാസ് ത്രൂ ദ ഗേറ്റ്. അങ്ങനെ ഞാൻ കുട്ടികളുടെ ഫ്രണ്ട്സിനോടും എൻ്റെ സ്വീറ്റ് ഹാർട്ടിനോടൊക്കെ ഫെയർവെൽ ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഐ പിയർഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ ഹു ഹാഡ് പ്രോമിസ് ടു മീ ദർ. ഞാൻ അച്ഛനെ അന്വേഷിച്ചു, അച്ഛനെ എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും അച്ഛനെ കാണാനില്ല. I stepped aside to wait. ഞാൻ കുറച്ച് നേരം അച്ഛനെ വെയിറ്റ് ചെയ്തു. When I had waited for a long time without avail, I decided to return home on my own. ഞാൻ അച്ഛനെ കണ്ടില്ല, അങ്ങനെ കുറച്ച് സമയം ഞാൻ തനിയെ വീട്ടിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. After I had taken a few steps, a middle-aged man passed by and I realized at once that I knew him. അങ്ങനെ കുറച്ച് സമയം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത്, ഞാൻ കുറച്ച് സ്റ്റെപ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മിഡിൽ ഏജ്ഡ് മാൻ എനിക്ക് കുറുകെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ മനസ്സിലാക്കി അയാൾ എനിക്കറിയാം എന്നുള്ളത്. ഈ കെയിം ടുവാർഡ്സ് മീ സ്മൈലിംഗ് ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ് സെയിങ് ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു. അങ്ങനെ അയാൾ കൈകളൊക്കെ കാണിച്ച് സ്മൈൽ ചെയ്തിട്ട് എന്നോട് പറയുന്നുണ്ട്, ഒരുപാട് കാലമായി നമ്മൾ മെറ്റ് ചെയ്തിട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. വിത്ത് നോഡ് ഓഫ് മൈ ഹെഡ്, എൻ്റെ തലയാട്ടിക്കൊണ്ട് ഞാൻ ഐ അഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്ക്ഡ് ആൻഡ് യു ഹൗ ആർ യു. എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഐ എം ഫൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾ മൈറ്റ് ബി പ്രൈസ്ഡ്. അഗെയിൻ ഹീ ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്. അങ്ങനെ അയാൾ കൈയൊക്കെ തന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ കെയിം ടു സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ജേണി ആരംഭിക്കുകയാണ്. ഞാൻ കുറച്ച് സ്റ്റെപ്സൊക്കെ വെച്ചു. ആ സമയത്ത് ടു എ സ്റ്റാർട്ടിൽ ഹാൾട്ട് മീൻസ് ഞാൻ പെട്ടെന്ന് എന്തോ ഒരു സർപ്രൈസിൽ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. ഗുഡ് ലോഡ്, വേർ വാസ് ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. അതായത് പെട്ടെന്ന് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നി. പെട്ടെന്ന് അവൻ ചോദിക്കുകയാണ്, ദൈവത്തോട് ചോദിക്കുകയാണ്, വേർ വാസ് ദ സ്ട്രീറ്റ് ലാൻഡ് വിത്ത് ഗാർഡൻസ്. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ സ്കൂളിലേക്ക് വന്ന സമയത്ത് കണ്ട ആ ഒരു ഗാർഡൻസ് എവിടെ പോയി. വെർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു, എവിടെയാണത് ഡിസപ്പിയർഡ് ആയത്. വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവാഡ് ഇറ്റ്, എങ്ങനെ ഇത്രയധികം വാഹനങ്ങൾ ഇവിടെ വന്നു. ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർട്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ്പോൺ ഇറ്റ് സർഫേസ്, എങ്ങനെ ഇത്രയധികം മനുഷ്യർ ഇങ്ങോട്ട് വന്നത്. ഹൗ ഡിഡ് ദീസ് ഹീൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്. ഹിൽസ് ഓഫ് റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ മാലിന്യ കുന്നുകൾ. എങ്ങനെയാണ് ഈ റോഡ് സൈഡിലൊക്കെ ഇത്രയും കുന്നുകൾ ഇതിൻ്റെ സൈഡുകളൊക്കെ കവർ ചെയ്തത്. ആൻഡ് വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡഡ് ഇറ്റ്, ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു വയലുകൾ, ഒരുപാട് കൃഷിയൊക്കെ ചെയ്തിരുന്ന ആ വയലുകളൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടു പോയി. High buildings had taken over. The streets surged with children and disturbing noises shook the air.
ഇപ്പം അവിടെ എന്താണ്, ഒരുപാട് വലിയ കൂച്ചൻ ബിൽഡിങ്സ് ഉണ്ട്, അതുപോലെ കുട്ടികളുടെ ആ ഒരു ഡിസ്റ്റർബിങ് നോയ്സസ് ഒക്കെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. അതുപോലെ ഒരു സർക്കസിൻ്റെ ബാൻഡ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ്, വിത്ത് ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്, എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോൾ മജസ്റ്റിക്കലി ബൈ. ഇപ്പോൾ ഒരുപാട് ടോട്ടലി ചേഞ്ച് ആയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ റോട്ടിൽ ക്ലൗൺസ്, അതായത് അവിടെ ഒരു സർക്കസ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റും ശബ്ദകോലാഹലങ്ങളൊക്കെയാണ് കേൾക്കാൻ കഴിയുന്നത്. The siren of a fire engine struck and it was not clear how the vehicle would cleave its way to reach the blazing fire. അതുപോലെ ഒരു ഫയർ എഞ്ചിൻ്റെ സൈറൻ അവിടെ മുഴങ്ങുന്നുണ്ട്. A battle raged between a taxi driver and his passenger. അവിടെ ഒരു ബാറ്റിൽ നടക്കുന്നുണ്ട്, ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഒരു ടാക്സി ഡ്രൈവറും യാത്രക്കാരും തമ്മിൽ. while the passenger's wife called out to help and no one answered. ആ സമയത്ത് പാസഞ്ചർ, ആ ഒരു യാത്രക്കാരൻ്റെ ഭാര്യ സഹായത്തിന് വേണ്ടിയിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആരും അവർ സഹായിക്കുന്നില്ല. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേയ്സ്. പിന്നീട് അവൻ പറയാം, ഡേയ്സ് മീൻസ് ഞാനൊരു മയക്കത്തിലാണ്. മൈ ഹെഡ് സ്പൺ, എൻ്റെ തല കറങ്ങുന്നത് പോലെ അവന് ഫീൽ ചെയ്യാണ്. ഐ ഓൾമോസ്റ്റ് വെൻ ക്രേസി, ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻ ഇൻ എ ഹാഫ് എ ഡേ. ഒരു ഹാഫ് എ ഡേ, ഒരു ദിവസത്തിൻ്റെ പകുതി കൊണ്ട് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ആ ബോയ് ഉള്ളത്. ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ് ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ, ബട്ട് വേർ വാസ് മൈ ഹോം. എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഇതിനുള്ള ആൻസർ ചോദിക്കണം. അതായത് ഒരു മോർണിംഗിൻ്റെയും ഒരു സൺസെറ്റിൻ്റെയും ഇടയിൽ ഒരു ഹാഫ് എ ഡേയിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങൾ ചേഞ്ച് വരുന്നുണ്ടോ എന്ന് അച്ഛനോട് ചോദിക്കണം. പക്ഷേ എവിടെയാണ് എൻ്റെ വീട്? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോർഡ്സ് ഓഫ് പീപ്പിൾ. എനിക്ക് ആകെ എന്ത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ? ഒരുപാട് പടുകൂച്ചൻ ബിൽഡിങ്ങുകൾ, അതുപോലെ ഒരുപാട് ജനക്കൂട്ടം മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഐ ഹേസ്റ്റൻഡ് ഓൺ ദി ക്രോസ് റോഡ്സ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബുക്കോട. ഹേസ്റ്റൻ മീൻസ് ധൃതിപ്പെട്ട് ഞാൻ അങ്ങനെ റോഡ് മുറിച്ച് കിടക്കാൻ നിൽക്കുകയാണ്. അതായത് ഗാർഡൻസിൻ്റെയും അബുക്കോട മീൻസ് ഒരു സ്ട്രീറ്റിൻ്റെ നെയിമാണ്, ഈജിപ്തിലുള്ള ഒരു സ്ട്രീറ്റ് നെയിമാണ് അബുക്കോടയുടെയും ഗാർഡൻ്റെയും ഇടയിൽ ഞാൻ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഐ ഹാഡ് ടു ക്രോസ് അബുക്കോട ടു റീച്ച് മൈ ഹൗസ്. അങ്ങനെ അബുക്കോട ക്രോസ് ചെയ്താലേ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. പക്ഷേ റോഡിൽ നിറയെ വാഹനങ്ങളാണ്. സ്ട്രീം ഓഫ് കാർസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിറയെ വാഹനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ കഴിയുന്നില്ല. The fire engine siren was striking to full pitch. I said to myself, let the fire take its pleasure in what it consumed. Extremely irritated. അതുപോലെ ഫയർ എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നി. അതിങ്ങനെ സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. when I would be able to cross, I wondered when I would be able to cross. എനിക്ക് എപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യാൻ കഴിയും? I stood there a long time until the young lad employed at the ironing shop on the corner came up to me. അങ്ങനെ ഞാൻ ഒരുപാട് സമയം അവിടെ കാത്തു നിന്നു. അങ്ങനെ അവസാനം ഒരു പയ്യൻ, അയണിങ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം, അവൻ്റെ കൈ നീട്ടിയിട്ട് പറയാണ്, ആൻഡ് സെഡ് ജെൻ്റ്ലി, ഗ്രാൻഡ്പാ ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. ഗ്രാൻഡ്പാ, ഞാൻ നിങ്ങളെ മുറിച്ച് കടക്കാൻ, റോഡ് ക്രോസ് ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.